അതല്ലേ ഞാനൊരു ചെറിയൊരു ഇത്തിരി ഉറക്കം ഉറങ്ങാൻ പറ്റിയാൽ തന്നെ നമ്മളെ ക്ഷീണം മാറി കിട്ടും. അതാ ഞാനൊരു ഇത്തിരി അങ്ങനെയെങ്കിലും എന്ത് പണ്ടാറ ഒരു മയങ്ങാന്ന് ഓർത്തോന്നു. ഇത് ഉറക്കമല്ല ശരിക്കും ഒരു മയക്കമാണ്. പിന്നെ അട്ടവരെ പൊതിഞ്ഞ് പണ്ടാരോടേക്ക് കളഞ്ഞു. മഴക്കാലത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും വീഴ്ച ഉറപ്പാണ് ജീപ്പിലാണെങ്കിൽ. ഞാനിതേ എന്നാന്ന് പോണോന്നുള്ളത് ഉറപ്പിച്ചതേ കളക്ടോണിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് ശ്രീജിത്തുണ്ട്, പ്രതീക്ഷ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവർ അവിടെ ഒരു പ്രണീത്ത് ദുബായിലുണ്ടായി. അവർ രണ്ടുപേരും അവൻ ലീവിന് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് ഫോട്ടോ ഓർക്കറ്റിലിട്ട്. എനിക്ക് സൈക്കോ അസൂയ നമുക്ക് വണ്ടിയില്ലല്ലോ. അപ്പൊ തന്നെ ഞാൻ ഓർത്ത് ഇതിനെ വെടി കൊടുക്കണമെങ്കിലും എൻ്റെ ശ്രീജിത്ത് ഇവിടെ തന്നെ അവിടെ വിളിച്ചിറങ്ങുക. എടാ ഞങ്ങൾ പോകാൻ ഫോട്ടോ ഒക്കെ ഇട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിക്കോളാൻ. ഫോട്ടോ ഇടേണ്ടി വരും എന്നുള്ള ഞാൻ ആലോചിക്കണിപ്പോ. മൂകാംബിയെന്ന് പറഞ്ഞ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. എന്തായി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയ? ആ നമ്മൊരു റൗണ്ടൊക്കെ അവിടെ ഹാജരിട്ടിട്ട് വന്നു. ഏതാണ്? ആ തുമ്പത്തുള്ളതല്ലേ? ആ അത് പിന്നെ പോയിട്ട് വരാൻ പറ്റുമെന്നൊരു സംശയം. കാര്യം കഴിച്ചോ? അല്ല ഇനിയിപ്പോ ടൈമിൽ എത്താൻ പറ്റുമോ? അതെ അല്ലേ? ആ അപ്പൊ കുഴപ്പമില്ല. അവിടെ 1 മണിക്ക്. ആ പിന്നെ സമയമുണ്ടല്ലേ? ആ അതാ വഴിയൊന്ന് ചോദിക്കണം ക്ലിയർ. ആ എങ്കിൽ പുളിയും കൂടി കഴിച്ചിട്ട് പോവല്ലേ? എന്തായാലും ഒരു വെള്ളച്ചാട്ടം അല്ലേ? മൈൻഡ് ചെയ്തില്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിനും തോന്നും. ഒന്ന് തണുക്കാൻ മണ്ടാറങ്ങാനായിട്ട്. ആ ജിമ്മന്റെ തലക്ക് അടിച്ചാണ്ട് കുപ്പിയെടുത്ത് ഒറ്റടി അവൻസും കൊടുക്കണ്ട. പിന്നെ അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യണല്ലേ അല്ല ഈ ഇന്നോവ ആയതുകൊണ്ട്. ഡ്രൈവിംഗ് സുഖം ഉണ്ടല്ല അല്ലേ? പല അംബാസഡർക്ക് ഇപ്പൊ ശക്തി ഛർദിച്ച് പണ്ടാരോ എങ്ങനെ. ഇതിന്റെ പേര് വഴി എന്നാണോ ഈശ്വര?